ഇപ്പം നമ്മൾ കണ്ട ഒരു കാര്യം എങ്ങനെയാണ്? ഇതൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പും SR ലാച്ചും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. S ഉണ്ടാവും, R ഉണ്ടാവും, Q ഉണ്ടാവും, Q ബാർ ഉണ്ടാവും. ഓക്കെ, S ഉണ്ടാവും, R ഉണ്ടാവും, Q ഉണ്ടാവും, Q ബാർ ഉണ്ടാവും. ഇവിടെ ഒരു വട്ടം കൂടെ വരയ്ക്കും, കാരണം ക്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും Q ബാർ എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഇപ്പം നമ്മൾ കണ്ട മനസ്സിലായില്ലേ? ഇൻപുട്ടിൻ്റെ വാല്യൂ എപ്പം മാറ്റുന്നോ അതിനനുസരിച്ച് ഔട്ട്പുട്ട് മാറും അല്ലേ? നമ്മൾ 0 കൊടുത്ത് അതനുസരിച്ച് ആ പഴയ മെമ്മറി റിട്ടേൺ ചെയ്യും. ഇനി 0 കൊടുത്താൽ അതിനനുസരിച്ച് മാറും. 1 കൊടുത്താൽ അത് സെറ്റ് ആവും. 1 കൊടുത്താൽ ഇൻവാലിഡ് ആവും. എപ്പോഴാണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ആ സമയം തന്നെ നമുക്ക് ഔട്ട്പുട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതിനൊരു കൺട്രോളും ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കൺട്രോൾ വെക്കണമെങ്കിൽ, അതായത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത സമയത്ത് ഇത് വർക്ക് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലതാണ് അല്ലേ? നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ഓപ്പറേറ്റ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് ഓപ്പറേറ്റ് ആയിക്കൂടാ. ഇപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ടൊക്കെ ആകുമ്പോൾ ചെറിയ എന്തെങ്കിലും നോയ്സും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇൻപുട്ടിൽ ചെറിയ വേരിയേഷൻ വരും. അതനുസരിച്ച് ഇത് വാല്യൂ മാറാൻ പാടില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എനേബിൾ എന്നുള്ളൊരു ഇൻപുട്ടും കൂടെ ഉള്ള ഒരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എനേബിൾ ഇൻപുട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. എനേബിൾ ഇൻപുട്ട് S ഉണ്ടാവും, R ഉണ്ടാവും, അതേപോലെ Q ഉണ്ടാവും, Q ബാർ ഉണ്ടാവും. ഇതിന് അഡീഷണൽ ആയിട്ട് എന്തുണ്ടാവും? ഒരു എനേബിൾ ഇൻപുട്ടും കൂടെ ഉണ്ട്. ഈ എനേബിൾ ഇൻപുട്ട് ഓൺ ആകുകയാണെങ്കിൽ മാത്രമേ ഇത് ഇൻപുട്ട് എസിനെയും ആറിനെയും സ്വീകരിച്ചിട്ട് ഔട്ട്പുട്ട് തരുള്ളൂ. എനേബിൾ ഇൻപുട്ട് ഓഫായി കിടക്കുകയാണെങ്കിൽ ഇവിടെ എസും ആറും എങ്ങനെ മാറിയാലും ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു എനേബിൾ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സാധനം ഒന്ന് വരയ്ക്കാമല്ലോ. അത് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം നമ്മൾ വരച്ച ഈ സർക്യൂട്ടിന് SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ് എടുത്തിട്ട് അതിൽ മോഡിഫൈ ചെയ്യാം. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ എസിനെയും ആറിനെയും കൂടെ അഡീഷണലി വേറെ 2 ഗേറ്റും കൂടെ വെക്കും. എസിലും ആറിലും അഡീഷണലി 2 നാൻഡ് ഗേറ്റ് വെക്കും. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? അതിന് കോമൺ ആയിട്ട് ഒരു എനേബിൾ കൊടുക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എനേബിളുള്ള ടൈപ്പാണ്. അപ്പോൾ SR ലാച്ച് യൂസിങ് എനേബിൾ ഇൻപുട്ട്. SR ലാച്ച് യൂസിങ് എനേബിൾ ഇൻപുട്ട്. ഇത് ആക്ച്വലി ഇത് വിത്തൗട്ട് എനേബിൾ ആണ്, ആ ഒന്നാമത്തെ സിമ്പിൾ. രണ്ടാമത്തെ പറഞ്ഞാൽ വിത്ത് എനേബിൾ ആണ്. ഈ വിത്ത് എനേബിളിൻ്റെ ഇപ്പം നമ്മൾ വിത്തൗട്ട് എനേബിളിൻ്റെതാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അവിടെയായിരുന്നു ഈ സാധനം വേണ്ടത്. വിത്ത് എനേബിളിൻ്റെതാണ് പുതുതായി വരച്ചിരിക്കുന്ന സിമ്പിൾ. അതാണ് SR ലാച്ച് യൂസിങ് എനേബിൾ ഇൻപുട്ട്, അല്ലെങ്കിൽ വിത്ത് എനേബിൾ ഇൻപുട്ടാണ്. അത് ഉള്ള സർക്യൂട്ടാണ് ഞാൻ വരച്ചിരുന്നത്. ഒന്നുമില്ല, ഇതുവരെ നമ്മൾ കണ്ട അതേ സംഭവം തന്നെയാണ്. നാൻഡ് ഗേറ്റ് ഇപ്പം വരച്ചില്ലേ, അതിന് ഉപയോഗിക്കാം. ഇതായിരിക്കും Q, ഇതായിരിക്കും Q ബാർ, ഇതായിരിക്കും Q, ഇതായിരിക്കും Q ബാർ. ഇതിൻ്റെ ഇൻപുട്ട് ഏതൊക്കെയായിരുന്നു? എസും ആറും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ എന്താ വരിക? ഇതിലേക്ക് ഫീഡ്ബാക്കുകളും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ എസും ആറും കൊടുത്തിരുന്നത്. ഇതിലിപ്പോൾ അഡീഷണൽ ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എസ് കൊടുക്കുന്നതിന് തൊട്ട മുന്നേ ഒരു എസ് ഉണ്ട്. നേരത്തെ എസ് നേരിട്ടായിരുന്നു കൊടുത്തിരുന്നത്, അതേപോലെ ആറും നേരിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ എസും ആറും കൊടുക്കും, പക്ഷെ അവിടെ നമ്മളൊരു നാൻഡ് ഗേറ്റ് ഉപയോഗിക്കും. ഓരോ നാൻഡ് ഗേറ്റിനും എസിനും ആറിനും വേണ്ടി നാൻഡ് ഗേറ്റ് ഉപയോഗിക്കും. ഇതിന് കോമൺ ആയിട്ടാണ് എനേബിൾ. ഈ EN ആണ് എനേബിൾ ഇൻപുട്ട്. EN ആണ് എനേബിൾ ഇൻപുട്ട്. ഇത് വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, 2 നാൻഡ് ഗേറ്റ് ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. അതിന് കോമൺ ആയിട്ട് എനേബിൾ കൊടുക്കും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ എനേബിൾ ഇൻപുട്ട് ഉള്ളത് കൊണ്ട് ഈ ഒരു 1, 2 എന്ന് എഴുതാം നമുക്ക്. ഒന്നാമത്തെ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഒരു ഇൻപുട്ട് എസ് ആണ്, രണ്ടാമത്തെയോ എനേബിൾ ആണ്. നാൻഡ് ആയതുകൊണ്ട് എസ് ഡോട്ട് എനേബിൾ നമുക്ക് EN എന്ന് എഴുതാം. എസ് ഡോട്ട് EN ഹോൾ ബാർ ആണ് വരിക. എസ് ഡോട്ട് EN ഹോൾ ബാർ എന്താണ്? എസ് ബാർ പ്ലസ് എനേബിൾ ബാർ. ഇപ്പോൾ എനേബിൾ ഉണ്ടെങ്കിൽ എനേബിളിൻ്റെ വാല്യൂ 1 ആയിരിക്കും, എനേബിൾ ഇല്ലെങ്കിൽ എനേബിളിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ, എനേബിളിൻ്റെ വാല്യൂ
ഫെസ്ബിനെ മൈ കോഫി. എനേബിളിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് എനേബിൾ ഇല്ലെന്ന് വെച്ചോ, എനേബിൾ ഇല്ലെങ്കിൽ എനേബിളിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഫെസ്ബിൻ മൈ കോഫി. അപ്പോൾ എനേബിളിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എനേബിൾ ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എസ് ബാർ പ്ലസ് എനേബിൾ ബാർ എന്തായിരിക്കും? എസ് ബാർ പ്ലസ് 1, ദാറ്റ് ഈസ് ഇക്വൽ ടു 1. അതേപോലെ തന്നെ ഇവിടെയും വരിക, താഴത്തെ കേസിൽ ഇവിടെ എന്താ വരിക? ഇവിടെ ആർ ബാർ പ്ലസ് എനേബിൾ ബാർ ആണ് വരിക. അപ്പോൾ എനേബിൾ ഇല്ലെങ്കിലോ, എനേബിൾ ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ബാർ, അതായത് 1 ആയിരിക്കും. 1 പ്ലസ് ആർ ബാർ, അതായത് ആർ ബാർ പ്ലസ് 1 വരും. 1 പ്ലസ് ബാർ എന്ന 1. അതായത് ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു പിങ്കിൽ ഡോട്ട് ചെയ്ത് വരയ്ക്കുക. ഇത്രയാണ് ആക്ച്വലി നമ്മുടെ എസ് ആർ ലാച്ച്. എനേബിൾ ഇൻപുട്ട് ഉള്ളത് കൊണ്ടാണ് അഡീഷണൽ ആയിട്ട് ബാക്കി പോർഷൻ വന്നത്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ, ഈ ഒരു ലാച്ച് നോക്കുവാണെങ്കിലോ, ലാച്ചിൻ്റെ അകത്തേക്ക് വരുന്നത് ഇവിടെ 1ഉം ഇവിടെ 1ഉം ആണ്. അപ്പോൾ 1 1 വരികയാണെങ്കിലോ ഇൻവാലിഡ് കണ്ടീഷനാണ്, സാധനം വർക്ക് ചെയ്യില്ല. ക്യൂവും ക്യൂ ബാറും കിട്ടും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് എനേബിളിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? എനേബിളിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇപ്പോൾ നമ്മൾ എനേബിളിൻ്റെ വാല്യൂ എനേബിൾ ഇല്ലെന്നുള്ള കേസാണ് നോക്കിയത്. എനേബിളിൻ്റെ വാല്യൂ 1, എനേബിൾ ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ ഈ സാധനം എനേബിൾ ചെയ്യുകയാണ്. എനേബിളിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എനേബിൾ ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം എന്താ വരിക? എസ് ബാർ പ്ലസ് എനേബിൾ ബാർ എന്താവും? എസ് ബാർ പ്ലസ് 0, അതായത് എസ് ബാർ തന്നെ. അതായത് ഈ എസ് ബാർ എന്നുള്ള ആ ഒരു ഇൻപുട്ട് നേരിട്ട് ലാച്ചിലേക്ക് പോകും. ഇവിടുത്തെ കേസ് എന്തായിരിക്കും? ആർ ബാർ പ്ലസ് എനേബിൾ ബാർ എന്തായി മാറും? ആർ ബാർ പ്ലസ് എനേബിൾ ബാർ 0 ആണ്, അതായത് ആർ ബാർ. ചുരുക്കി പറഞ്ഞാൽ എസും ആറും കൊടുത്ത സാധനം തന്നെ ബാറായിട്ട് എസ് ആർ ലാച്ചിലേക്ക് പോകും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എപ്പോഴാണോ എനേബിൾ ഓണാക്കുന്നത്, എനേബിൾ കൊടുക്കുന്നത്, എനേബിൾ സിഗ്നൽ കൊടുക്കുന്നത്, ആ സമയം മാത്രമേ ഈ എസ് ആർ ലാച്ച് വർക്ക് ചെയ്യൂ. അതാണ് എനേബിളിൻ്റെ ഗുണം. മനസ്സിലായോ? എനേബിളിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ ഈ സാധനം എന്തായിരിക്കും? ഇൻവാലിഡ് കണ്ടീഷനാണ് നിൽക്കുക, നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ എനേബിൾ എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ സാധനം പോലെയാണ്. നമ്മളൊരു, അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ഫാക്ടറി തുറക്കണം, അതിൽ കുറച്ച് ഓപ്പറേഷൻ നടത്താനുണ്ട്. ആളുകളൊക്കെ റെഡിയാണ് പുറത്ത്, അതായത് പണിയെടുക്കാനുള്ള ആളുകളൊക്കെ റെഡിയാണ്. പക്ഷേ ഒരു ടൈം സ്ലോട്ട് ഉണ്ട്, ആ സമയത്തെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചോ. അതായത് അവിടെ ഒരാൾ ഒരു സെക്യൂരിറ്റിയെ പോലെ നിൽക്കുന്നുണ്ട്, അയാൾ കടത്തി വിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഫാക്ടറിനകത്ത് പോയിട്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ. അയാൾ കടത്തി വിട്ടില്ലെങ്കിലോ നിങ്ങളവിടെ ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല. അതാണ് എനേബിൾ. അയാൾ നിങ്ങൾ അകത്ത് കയറാൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അകത്ത് പോയിട്ട് പണിയെടുക്കാം. അപ്പോൾ അതായത് നിങ്ങളാണ് ഇൻപുട്ടുകൾ, നിങ്ങൾക്ക് ഇൻപുട്ടായിട്ട് അകത്ത് പോയിട്ട് എസ് ആർ ലാച്ചിൽ കാര്യമൊക്കെ നടത്തി നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അയാൾ നിങ്ങളകത്ത് കയറ്റുന്നില്ലെങ്കിലോ നിങ്ങൾ അവിടെ തന്നെ റെഡിയായി നിൽക്കും, പക്ഷേ നിങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റില്ല, ഔട്ട്പുട്ട് കിട്ടില്ല. അതാണ് എനേബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. എനേബിൾ ഉള്ള ടൈപ്പ് സാധനമാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എസ് ആർ ലാച്ചാണ്, യൂസിങ് എനേബിൾ ഇൻപുട്ടാണ്. ഇനി നമുക്ക് എസ് ആർ ലാച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള സംഭവത്തിലേക്കാണ് പോകുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ എനേബിൾ ഇൻപുട്ടുകൾ. ഇപ്പോൾ എനേബിൾ സർക്യൂട്ട് എന്തായിരുന്നു? ഈ എനേബിളിൻ്റെ വാല്യൂ എന്താകാൻ പറ്റും? ഒന്നുകിൽ ഹൈ ആകാൻ പറ്റും, ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വേവ് ഫോം അല്ലേ, ഒരു വേവ് ഫോം സിഗ്നൽ അല്ലേ. അപ്പോൾ ഇതായിരിക്കും 1 വാല്യൂ, ഇതായിരിക്കും 0, ഇതായിരിക്കും 0, ഇതായിരിക്കും 1. എത്ര നേരം എനേബിൾ ചെയ്യുന്നു അത്രയും നേരം അല്ലേ. ഇത്ര നേരം എനേബിൾ ചെയ്താൽ എന്ത് ചെയ്യും? ഇത്ര നേരം അത് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം എനേബിൾ ചെയ്ത് അത്രയും നേരം വർക്ക് ചെയ്യും. കുറച്ച് നേരം എനേബിൾ ചെയ്ത് അത്ര നേരം. ഇനി വീണ്ടും വളരെ കുറച്ച് നേരമാണ് എനേബിൾ ചെയ്തെങ്കിലോ അത്രയും കുറച്ച് നേരം അത് വർക്ക് ചെയ്യുള്ളൂ. ഇത് 0 ആണ്, ഇത് 1 ആണ്. ഇതൊരു ആക്റ്റീവ് ഹൈ ടൈപ്പ് ആണെങ്കിൽ, ആക്റ്റീവ് ഹൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എനേബിളിൻ്റെ വാല്യൂ 1 വരുമ്പോഴേ വർക്ക് ചെയ്യൂ, ആക്റ്റീവ് ഹൈ. ഇനി ആക്റ്റീവ് ലോ ടൈപ്പ് ഉണ്ട്, അതായത് എനേബിൾ സിഗ്നലിൻ്റെ വാല്യൂ ലോ ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് എനേബിൾ സിഗ്നൽ. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് ഹൈ ആണെങ്കിൽ ഇതാണ് ആക്ച്വലി ഹൈ വാല്യൂ, ഇത് ആക്ച്വലി ലോ വാല്യൂ. ഇനി ആക്റ്റീവ് ഹൈ ടൈപ്പ് എസ് ആർ ലാച്ച് ആണെങ്കിലോ, വെൻ എനേബിൾ വാല്യൂ ബിക്കംസ് ഹൈ, അതായത് എനേബിളിൻ്റെ
സിഗ്നലിൻ്റെ വാല്യൂ ഹൈ ആകുമ്പോൾ SR latch will work. ഇനി ആക്റ്റീവ് ലോ ടൈപ്പ് SR latch ആണെങ്കിലോ when enable value becomes low, അതായത് ഈ പോലെ ഇത് ലോ വാല്യൂ ആ സമയത്തായിരിക്കും SR latch വർക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് SR latch will work. ഒന്നുമില്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആക്റ്റീവ് ലോ ടൈപ്പും ആക്റ്റീവ് ഹൈ ടൈപ്പും ഉണ്ട്. ആക്റ്റീവ് ലോ ടൈപ്പും ആക്റ്റീവ് ഹൈ ടൈപ്പും സർക്യൂട്ടിൽ ചെറിയ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എനേബിൾഡ് സർക്യൂട്ട് നമ്മളിപ്പോൾ പഠിച്ചത് ആക്റ്റീവ് ഏതായിരുന്നു? ഇവിടെ നമുക്ക് എനേബിളിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് നമുക്ക് R ബാറും S ബാറും കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഇവിടെ ഈ ഡിസ്കസ് ചെയ്ത സർക്യൂട്ട് എന്തായിരുന്നു? ആക്റ്റീവ് ഹൈ ആണ്. അതേപോലെ ആക്റ്റീവ് ലോ ടൈപ്പും ഉണ്ട്. അതിൻ്റെ സർക്യൂട്ടിന് ഇവിടെ ഉള്ള ഈ ഒരു പോർഷൻ കുറച്ച് മാറും, അത്രയേ ഉള്ളൂ. ഈ ഉപയോഗിച്ച ഗേറ്റിന് പകരം വേറെ ഗേറ്റ് ഉപയോഗിക്കും. അതാണ് എനേബിൾ ആക്റ്റീവ് ഹൈ SR ലാച്ചും ആക്റ്റീവ് ലോ SR ലാച്ചും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പല സ്ഥലത്തും നിങ്ങൾ വാക്കുകൾ കാണും, അപ്പോൾ എന്താണെന്ന് കാക്കരുത്, ഡൗട്ട് വരാൻ പാടില്ല. ഇനി ഇപ്പം നമ്മളിവിടെ പഠിച്ചില്ലേ, ഇവിടെ വെച്ചാണ് ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിലുള്ള വ്യത്യാസം. ലാച്ചിൽ എന്താ ഉപയോഗിച്ചത്? ലാച്ചിനകത്ത് എനേബിൾ സിഗ്നൽ നോക്കൂ, പല കോലത്തിലുള്ളതാണ്. അതായത് ആക്ച്വലി ഒരു പീരിയോഡിക് സിഗ്നലൊന്നുമല്ല. എപ്പോഴാണോ എനേബിൾ, ഇവിടെ നമ്മളിപ്പോൾ ഇനി ആക്റ്റീവ് ഹൈനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എപ്പോഴാണാവോ ഹൈ വോൾട്ടേജ് വരുന്നത് അപ്പോൾ മാത്രമാണ് ലാച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ T1 ടൈമിലാണ് ഡ്യൂറേഷനാണ് വർക്ക് ചെയ്തത്, ഇവിടെ T2 ഡ്യൂറേഷനിലാണ് വർക്ക് ചെയ്തത്, ഇവിടെ T3 ഡ്യൂറേഷനിലാണ്, ഇവിടെ T4 ഡ്യൂറേഷനിലാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മൾ ലാച്ചിനെ ഒരു അസിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നാണ് പറയുക. ലാച്ച് എന്താണ്? ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. ലാച്ച് ഈസ് എ asynchronous sequential സർക്യൂട്ട്. എന്താണ് അസിൻക്രണസ് എന്ന് പറയാൻ കാരണം? ആ എനേബിൾ സർക്യൂട്ട് ഒരു പീരിയോഡിക് ഒന്നുമല്ല. അതിൻ്റെ ആ ഹൈ വാല്യൂ വരുന്നത് T1 ടൈമാണ്, ഇത് T2 ടൈമാണ്, T3 ആണ്, T4 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വിഡ്ത്ത് എന്താണ്? വ്യത്യാസമുണ്ട്. സിൻക്രണസ് അല്ല. അതുകൊണ്ടാണ് അസിൻക്രണസ് എന്ന് പറയുന്നത്. SR ലാച്ച് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? അസിൻക്രണസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് SR ലാച്ച് ഈസ് എ അസിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ സാധനം പഠിക്കണം. ഇനിയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട മുന്നത്തെ സർക്യൂട്ടിൽ നമ്മൾ കണ്ടത് എന്താണ്? എനേബിൾ സിഗ്നലിനെ പറ്റിയാണ്. എനേബിൾ എന്ന് പറഞ്ഞാൽ അതിനെ എനേബിൾ ചെയ്യിക്കാൻ പറ്റുന്ന ഈ സിഗ്നലിൻ്റെ കോൽ എങ്ങനെ ആയതുകൊണ്ടല്ലോ ഈ പ്രശ്നം വന്നത്. ഇതൊരു ക്ലോക്ക് ടൈപ്പ് സിഗ്നൽ ആണെങ്കിലോ, ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ, അതായത് അതിൻ്റെ ഓൺ ടൈമും ഓഫ് ടൈമും. ഇത് വരയ്ക്കുമ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ആക്റ്റീവ് ലോ വാല്യൂയും ഹൈ വാല്യൂവിൻ്റെ ഡ്യൂറേഷൻ ഒരേപോലെയാണ്. മനസ്സിലായോ? അതായത് ഇത് 0 വാല്യൂ, ഇത് 1 വാല്യൂ, ഇത് 0 വാല്യൂ 1 വാല്യൂ. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത്? ഇതാണ് ഒരു ക്ലോക്ക് സിഗ്നൽ. ക്ലോക്ക് സിഗ്നലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലോ ആയി നിൽക്കുന്ന സമയവും ഇത് ഹൈ ആയി നിൽക്കുന്ന സമയവും എന്താണ്? സെയിം ആണ്. T അത് തന്നെയായിരിക്കും. ഇത് T. അത് ഹൈ ആയി നിൽക്കുന്നതും ലോ ആയി നിൽക്കുന്നതും ഒരേ ടൈം ആയിരിക്കും. ഇത് T, ഇത് T, ഇത് T. ഓക്കെ. അപ്പോൾ നേരത്തെ കണ്ട എനേബിൾ സിഗ്നലും ക്ലോക്ക് സിഗ്നലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ ഓൺ ടൈമിൻ്റെയും ഓഫ് ടൈമിൻ്റെയും, ഈ സിഗ്നലിൻ്റെ ഓൺ ടൈം അതായത് ഹൈ വാല്യൂ വരുന്ന ടൈമും ലോ വാല്യൂ വരുന്ന ടൈമും എന്താണ്? ടൈം ഓഫ് ഹൈ വാല്യൂ ഈക്വൽ ടു ടൈം ഓഫ് ലോ വാല്യൂ. അല്ലെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ ഈസ് ഈക്വൽ ടു 0.5 എന്ന് പറയും, അല്ലെങ്കിൽ 50%. പേടിക്കണ്ട, ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓൺ ടൈം ഡിവൈഡ് ബൈ ഓൺ ടൈം പ്ലസ് ഓഫ് ടൈമാണ്. ഓൺ ടൈം ഡിവൈഡ് ബൈ ഓൺ ടൈം പ്ലസ് ഓഫ് ടൈമാണ്. ഇവിടെ എന്താണ്? T സമയത്താണ്
ഓൺ ആയത്. വീണ്ടും ഓൺ ടൈം ടി ആണ്, ഓഫ് ടൈമോ അതും ടി ആണ്. അപ്പോൾ ടി ഡിവൈഡ് ബൈ ടി പ്ലസ് ടി, അതായത് 1/2, അതാണ് 0.5. അത് പേഴ്സൻറ്റേജ് പറയുകയാണെങ്കിൽ 50%. അപ്പോൾ നമ്മൾ 50%. അപ്പോൾ നമ്മൾ എനേബിൾ സർക്യൂട്ട് കണ്ടല്ലോ സിഗ്നൽ. ഇതുപോലത്തെ ഒരു ലക്ഷണമില്ലാത്ത സിഗ്നൽ വെച്ചിട്ട് എനേബിൾ ചെയ്യുന്നതിനാണ് നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന, അതിനാണ് നമ്മൾ SR ലാച്ച് എന്ന് പറയാം. ഇതേ സർക്യൂട്ട് തന്നെ, അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ സാധനം വരച്ചില്ലേ, ഇതേ സർക്യൂട്ടിൽ തന്നെ ഈ എനേബിൾ ചെയ്യുന്ന സാധനത്തിനെ ഒരു ക്ലോക്ക് വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്താണ് കിട്ടുക? ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ എനേബിൾ സിഗ്നലിൻ്റെ വ്യത്യാസത്തിലാണ് SR ലാച്ചും SR ഫ്ലിപ്പ് ഫ്ലോപ്പും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ആ എനേബിൾ ചെയ്യുന്ന സാധനം ക്ലോക്ക് ഫ്രീക്വൻസി സിഗ്നൽ വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ഡ്യൂട്ടി റേഷ്യോ 50% ഉള്ള, ഡ്യൂട്ടി സൈക്കിൾ 50% ഉള്ള ക്ലോക്ക് സിഗ്നൽ വെച്ചാണ് അതിനെ എനേബിൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഫോളോ ചെയ്യാൻ പറടാ മക്കളെ. ചാറ്റ് ബോക്സ് പറ, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറ. ചെറുതായിട്ടൊക്കെ. ഇവിടെ ഡൗട്ട് ഉണ്ട്, എപ്പോൾ ചോദിക്കടാ. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചാൽ പിന്നെ മനസ്സിലാവുമോ? ഏതാ മനസ്സിലാത്തിട്ട് പറ. നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടോ. മനസ്സിലായില്ല ഇങ്ങനെ നോക്കിയിരിക്കാതെ കാര്യം അപ്പം പറ. സാറേ മനസ്സിലാകാമെന്ന് പറ. ഞാൻ ഈ ചാറ്റ് ബോക്സ് ഓൺ ആക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഏതാ മനസ്സിലാത്തത് പറ. ശരി, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ബേസിക്കലി ഇനി നമ്മൾ നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് വെച്ചാണ് ഇനി പോണത്. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാം നമുക്ക്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും SR ലാച്ചിൻ്റെയും സർക്യൂട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ അവിടെ എനേബിൾ സിഗ്നൽ വേറെ നമ്മൾ ക്ലോക്ക് സിഗ്നലാണ് ഉപയോഗിക്കുക. ഓക്കെ. എൻ്റെ കൂടെ വരയ്ക്കണേ. നമ്മളിപ്പോൾ കണ്ട അതേ സർക്യൂട്ടാണ്. ഇവിടെ S, ഇവിടെ R. ഇപ്പം എന്താ വരിക? ഇവിടെ ക്ലോക്ക് സിഗ്നലാണ് വരിക. CLK എന്ന് എഴുതിയാൽ മതി ക്ലോക്കിന്. അപ്പോൾ ഇത്രയും നേരം ഈ കണ്ട സാധനം, ഈ ഞാൻ വരയ്ക്കാവുന്ന പിങ്ക് ബോക്സിനകത്തുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ SR ലാച്ചാണ്. എനേബിളും ക്ലോക്കും ഒന്നും ഇല്ലാത്ത പഴയ SR ലാച്ചാണ് ഈ കാണുന്നത്, അല്ലേ? SR ലാച്ചാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ Q ആണ് കിട്ടുക. ഇവിടെ നമുക്ക് Q ബാറാണ് കിട്ടുക. ഇവിടെ S സ്റ്റാർ എന്ന് വരയ്ക്കാം. ഇവിടെ R സ്റ്റാർ എന്ന് വരയ്ക്കാം. കാരണം S R ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അതിന് ശേഷം പ്രോസസ് ചെയ്ത് വരുന്ന സാധനത്തിന് S സ്റ്റാർ എന്നും Rന് ശേഷം പ്രോസസ് ചെയ്ത് വരുന്ന സാധനത്തിനെ R സ്റ്റാർ എന്ന് വിളിക്കാം. ഓക്കെ. ഇവിടെ ഉപയോഗിക്കുന്ന ഏതാണ്? എല്ലാം നാൻഡ് ഗേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഇവിടെ S സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? S സ്റ്റാർ എന്ന് പറഞ്ഞാൽ S എന്നുള്ള ഇൻപുട്ടിൻ്റെയും ക്ലോക്കിൻ്റെയും കൂടെ നാൻഡ് ആണ്. അപ്പോൾ S സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? S ഡോട്ട് ക്ലോക്ക് CLK ഹോൾ ബാർ ആയിരിക്കും, അല്ലേ? ആൻഡ് ചെയ്ത് അതിനെ നോട്ട് ചെയ്ത് അന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S ബാർ പ്ലസ് ക്ലോക്ക് ബാർ. അതേപോലെ R സ്റ്റാർ എന്തായിരിക്കും? R സ്റ്റാർ എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഈ ഒരു ലാച്ചിൻ്റെ ഇൻപുട്ടാണ്. അതാണ് R സ്റ്റാർ. R സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറിജിനൽ ഇൻപുട്ടായ R ഡോട്ട് ക്ലോക്ക്. കാരണം നാൻഡ് ഗേറ്റിലേക്കാണ് കൊടുക്കുന്നത് ബാർ, ഓൾ ബാർ.
ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബാർ പ്ലസ് ക്ലോക്ക് ബാർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ക്ലോക്കിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ എനേബിൾ കണ്ട പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ക്ലോക്ക് സിഗ്നൽ ഉപയോഗിക്കുന്നതാണല്ലോ. ഈ ക്ലോക്കിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിലോ ക്ലോക്ക് ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലോക്ക് ബാർ 1 ആയ ആർ ബാർ പ്ലസ് ക്ലോക്ക് ബാർ എന്തായിരിക്കും? ഈക്വൽ ടു 1 ആവും. അതേപോലെ എസ് ബാർ പ്ലസ് ക്ലോക്ക് ബാറോ ഈക്വൽ ടു 1 ആവും. അതായത് അപ്പോൾ എസ് ബാറും ആർ ബാറും എന്താവും? 1 ആവും. അപ്പോൾ രണ്ട് ഇൻപുട്ടുകളും 1 ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ആക്ച്വലി ഏത് ടൈപ്പാണ്? നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ രണ്ടും ഇൻപുട്ട് 1 ആവുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? മെമ്മറിയാണ് വരിക. അതായത് പഴയ ഒരു സ്റ്റേറ്റിൽ തന്നെ റിട്ടേൺ ചെയ്തു പോകും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഇനി ക്ലോക്ക് പറഞ്ഞൊരു സമയത്ത് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ടായിരുന്നു. ക്ലോക്കിന് ആക്ച്വലി ഈ മേലോട്ട് പോകുന്നതിന് നമ്മൾ ലീഡിങ് എന്നാണ് പറയുക. ലീഡിങ് എഡ്ജ് എന്ന് പറയും. ലീഡിങ് എഡ്ജ്. ഇനി താഴോട്ട് വരുന്ന, അതായത് ലോ വാല്യൂ നിന്ന് ഹൈ വാല്യൂയിലേക്കാണ് പോകുന്നതെങ്കിൽ ലീഡിങ് എഡ്ജ് എന്ന് പറയും. ഇനി ഹൈ വാല്യൂ നിന്ന് ലോ വാല്യൂയിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ഫോളിങ് എഡ്ജ് എന്ന് പറയും. ഫോളിങ് എഡ്ജ്. ഇതിനകത്ത് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയും. എഡ്ജ് ട്രിഗറിങ് അതായത് ഈ ക്ലോക്കിൻ്റെ വാല്യൂ 0 1 പോകുമ്പോഴാണ് അവിടെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ വാല്യൂ അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ലീഡിങ് എഡ്ജിൽ ട്രിഗർ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, ഫോളിങ് എഡ്ജിൽ ട്രിഗർ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പലും കൂടെ നമുക്കൊന്ന് വരയ്ക്കാം. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതായിരിക്കും എസ്, ഇതായിരിക്കും ആർ. ഇനി ഇവിടെയാണ് നമ്മൾ ക്ലോക്ക് കൊടുക്കുക, CLK. നേരത്തെ എനേബിളിന് പകരം CLK വരിക. ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ച് വെക്കും. ഇവിടെ ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ വരയ്ക്കുന്നത് വെച്ചാൽ എഡ്ജ് ട്രിഗറിങ് ആണ് നടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രയാങ്കിൾ എഡ്ജ് ട്രിഗറിങ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഔട്ട്പുട്ട് ക്യൂ ബാറും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ഈ എഡ്ജ് ട്രിഗറിങ് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. കാരണം എന്താണ്? ഈ എഡ്ജ് ട്രിഗറിങ് ക്ലോക്ക് ഇൻപുട്ട് വരുമ്പോഴാണ് നടക്കുക. ക്ലോക്ക് ഇൻപുട്ട് ഇതിലാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ്, ലാച്ചിലല്ല. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ എഴുതിയ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ വാല്യൂ നോക്കിക്കോളൂ. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്ലോക്ക് ബാറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലോക്ക് ബാറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ്? പഴയ പോലത്തെ ഇൻവാലിഡ് കണ്ടീഷനാണ് വരിക. കാരണം രണ്ടും 1 വരും അല്ലേ? ഇനി ക്ലോക്ക് 0 ആണെങ്കിൽ, ഇനി ക്ലോക്കിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ക്ലോക്കിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ ക്ലോക്ക് ബാർ 0. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇത് നമ്മൾ ആക്ച്വലി ഇപ്പം വരച്ചിരിക്കുന്നത് നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള SR ലാച്ചാണ്. അതായത് ഈ കേസാണ് നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള SR ലാച്ചാണ്. ഇവിടെ രണ്ട് ഇൻപുട്ടുകളും 1 ആവുകയാണെങ്കിൽ എന്താ വരിക? മെമ്മറിയാണ് അല്ലേ? എസും 1, ആറും 1 ആവുകയാണെങ്കിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ തൊട്ട മുന്നേ എന്തായിരുന്നോ അതേ സാധനം തന്നെ നമുക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ചേഞ്ച് ഒന്നും വരില്ല. ഇൻപുട്ട് എങ്ങനെ മാറിയാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ഉള്ള സാധനം തന്നെ, അതായത് മെമ്മറി, ആ ക്യൂ എന്താണോ, ക്യൂ ബാർ എന്താണോ അത് അതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും. ക്യൂ എന്താണോ, ക്യൂ ബാർ എന്താണോ അതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് SR ലാച്ച് യൂസിങ് നോർ ഗേറ്റ് ആണെങ്കിൽ എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ 0 വരുമ്പോഴാണ് മെമ്മറി വരിക. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ളതാണ്. എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ 1 വരികയാണെങ്കിലാണ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട മുന്നേ ഉള്ള ഔട്ട്പുട്ട് എന്താണോ അതുപോലെ തന്നെ കിട്ടും. ഇൻപുട്ട് ഇവിടെ നമ്മൾ ക്ലോക്ക് വെക്കുമ്പോഴുള്ള സംഭവം നോക്കാം. ഒറിജിനൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എസും ആറും ആണ്, ക്ലോക്കും ഉണ്ട്. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെന്ന് നോക്കിയോ. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ലാച്ച് എന്ന് പറഞ്ഞ സാധനം ഇതാട്ടോ.
ഇത് എനേബിളും ക്ലോക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ സർക്യൂട്ടാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ എസ് ബാറും ആർ ബാറും ആണ് ആക്ച്വലി ലാച്ചിൻ്റെ ഇൻപുട്ട്. അത് അവിടെ ഓർത്ത് വെക്കണം. ക്ലോക്കിൻ്റെ വാല്യൂ 0 എന്ന് വെച്ചോ. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ക്ലോക്ക് ബാർ എന്തായിരിക്കും? ക്ലോക്ക് ബാറിൻ്റെ വാല്യൂ 1. അപ്പോൾ എസ് സ്റ്റാർ എന്തായിരിക്കും? എസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എസ് ബാർ പ്ലസ് ക്ലോക്ക് ബാർ ആണ്. അപ്പോൾ ക്ലോക്ക് ബാർ ഓൾറെഡി 1 ആയതുകൊണ്ട് എന്ത് കിട്ടും? എസ് ബാർ പ്ലസ് ക്ലോക്ക് ബാർ എന്തായിരിക്കും? എസ് ബാർ പ്ലസ് ക്ലോക്ക് ബാർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഈ കേസ് തന്നെ ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ക്ലോക്ക് ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? എസ് ബാർ പ്ലസ്, എസ് ബാർ അല്ല, ആർ ബാർ പ്ലസ്, ഇത് ആർ സ്റ്റാറിൻ്റെ പറയുന്നത്, ആർ ബാർ പ്ലസ് ക്ലോക്ക് ബാർ. ആർ ബാർ പ്ലസ് ക്ലോക്ക് ബാർ ആണെന്ത്? ആർ സ്റ്റാർ. അതും 1 ആയിരിക്കും. അതായത് എസ് സ്റ്റാറും 1, ആർ സ്റ്റാറും 1. അപ്പോൾ ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണ്. എന്താണ്? എസ് സ്റ്റാറും ആർ സ്റ്റാറും 1 ആണ്. എസ് സ്റ്റാറും ആർ സ്റ്റാറും 1 ആണെങ്കിൽ ഇതൊരു നാൻഡ് ഗേറ്റ് വെച്ചുള്ള എസ് ആർ ആയതുകൊണ്ട് ഇത് ഏത് മോഡിലായിരിക്കും ഉണ്ടാകുക? ഇത് ആക്ച്വലി മെമ്മറി മോഡിലാണ് ഉണ്ടാകുക. മെമ്മറി മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് ഇൻപുട്ടുകളാണ് കിട്ടുക. അപ്പോൾ ഈ കേസ് എന്ന് പറഞ്ഞാൽ, ഈ കേസ് ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? മെമ്മറി മോഡായിരിക്കും. മെമ്മറി മോഡ്, അതായത് പ്രീവിയസ് ഇൻപുട്ട് എന്താണോ അത് തന്നെ. ഈ എസിൻ്റെയും ആറിൻ്റെയും വാല്യൂക്ക് എങ്ങനെ മാറിയാലും നമ്മളെ അത് ബാധിക്കുകയില്ല. മെമ്മറി മോഡായിരിക്കും കേട്ടോ. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇത് മെമ്മറി മോഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് മെമ്മറി മോഡിൻ്റെയാണ്. ഈ സാധനം മെമ്മറി മോഡിൻ്റെ ആയിരിക്കും. ഇനി ക്ലോക്കിൻ്റെ വാല്യൂ 1 ആണെങ്കിലോ? ക്ലോക്കിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ക്ലോക്ക് ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലോക്ക് ബാർ 0 ആണെങ്കിൽ എസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ബാർ പ്ലസ് ക്ലോക്ക് ബാർ ആണ്. എസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എസ് ബാർ പ്ലസ് ക്ലോക്ക് ബാർ ആണ്. അപ്പോൾ ക്ലോക്ക് ബാർ 0 ആണ്. എസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എസ് ബാർ ആയിരിക്കും. അതേപോലെ ആർ സ്റ്റാർ എന്തായിരിക്കും? ആർ ബാർ പ്ലസ് ക്ലോക്ക് ബാർ ആയിരിക്കും. ക്ലോക്ക് ബാർ 0 ആയതുകൊണ്ട് അതെന്തായിരിക്കും? ആർ സ്റ്റാർ ഈസ് ഈക്വൽ ടു ആർ ബാർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോഴാണ് എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഔട്ട്പുട്ട് മാറുക. അതാണ് ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത. ക്ലോക്ക് സിഗ്നൽ ഇവിടെ കണ്ടോ? ക്ലോക്ക് സിഗ്നൽ 0 ആവുകയാണെങ്കിൽ ഇൻപുട്ട് എസും ആറും എങ്ങനെ മാറിയാലും എസ് ബാറും ആർ ബാറും മാറില്ല. അതുവഴി എസ് ബാറിൻ്റെ ആർ ബാറിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതുവഴി ഔട്ട്പുട്ട് എന്തായിരിക്കും? പഴയ മെമ്മറി മോഡിലായിരിക്കും. തൊട്ട മുന്നിൽ ഔട്ട്പുട്ട് എന്തായിരുന്നു അത് തന്നെ വരും. എപ്പോഴാണോ ക്ലോക്കിൻ്റെ വാല്യൂ 1 ആവുന്നത്, ക്ലോക്കിൻ്റെ വാല്യൂ 1 ആവുമ്പോൾ മാത്രമേ ഇത് എസിൻ്റെയും ആറിനെയും ഫോളോ ചെയ്യുള്ളൂ. എങ്ങനെ ഫോളോ ചെയ്യുക? ക്ലോക്കിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ ക്ലോക്ക് ബാർ 0 ആയിരിക്കും. അതനുസരിച്ച് എസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എസ് ബാറും ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആർ ബാറും ആണ്. അതായത് എസും ആറും മാറുന്നതനുസരിച്ച് എസ് സ്റ്റാറും ആർ സ്റ്റാറും മാറും. അതിനനുസരിച്ച് ക്യൂ വിൽ ചേഞ്ച്, അതായത് ഔട്ട്പുട്ട് ചേഞ്ച്, അല്ലെങ്കിൽ ക്യൂ ബാർ വിൽ ചേഞ്ച്. ക്യൂവിനും ക്യൂ ബാറിനും ചേഞ്ച് വരും. അതായത് ഇപ്പോൾ അത് മെമ്മറി മോഡിൽ അല്ല. ഇനി നിങ്ങൾക്കൊരു സംശയം വരും, എങ്ങനെയാണ് ഈ ക്ലോക്കിൻ്റെ വാല്യൂ മാറുകയെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ക്ലോക്ക് സിഗ്നലാണ് ഈ വരയ്ക്കുന്നത്. എഡ്ജ് ട്രിഗേർഡാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. എഡ്ജ് ട്രിഗേർഡ് ഇത് ഞാൻ പറഞ്ഞു ലീഡിങ് എഡ്ജ് എന്ന് അതിന് പറയാന്ന്. ലോ വാല്യൂ നിന്ന് ഹൈ വാല്യൂയിലേക്ക് പോവുക. അപ്പോൾ ലീഡിങ് എഡ്ജിൽ ട്രിഗർ ആകുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു ചേഞ്ച് വരുന്ന ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റ്, അതേപോലെ വീണ്ടും അത് ലോ നിന്ന് ഹൈ ആകുന്ന ഈ ഒരു പോയിന്റ്, അതുപോലെ വീണ്ടും ഇങ്ങനെ ലോ നിന്ന് ഹൈ ആവുന്ന പോയിന്റ്, അതുപോലെ വീണ്ടും ലോയിൽ നിന്ന് ഹൈ ആകുന്ന പോയിന്റ്, ഈ പോയിന്റിൽ മാത്രമേ ഈ ക്ലോക്ക് സിഗ്നലിൻ്റെ വാല്യൂ നമ്മൾ ഹൈ എന്ന് പറയുള്ളൂ. അതായത് ഈ ഒരു പോയിന്റിലുള്ള ഇൻപുട്ട് വരുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കൂ. ഈ ഒരു പോയിന്റ് നോക്കുക, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് മാത്രമേ അത് പരിഗണിക്കുള്ളൂ. അതായത് ഈ ഒരു പോയിന്റിൽ മാത്രമേ അതിൻ്റെ ക്ലോക്ക് സിഗ്നൽ നമ്മൾ 1 ആക്കിയിട്ട്, അതായത് ക്ലോക്കിൻ്റെ ആ എനേബിളിങ് 1 ആവുന്നുള്ളൂ. മനസ്സിലായോ? ബാക്കി ഒരു പോയിന്റ്, അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ക്ലോക്ക് വെച്ച് എനേബിൾ ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ, ലീഡിങ് എഡ്ജിൽ ചെയ്യുന്നതാണെങ്കിൽ, ഈ ഓരോ പോയിന്റുകൾ എങ്ങനെയാണോ അത് ലോ നിന്ന് ഹൈയിലേക്ക് പോകുന്നത്, ആ പോയിന്റിലുള്ള ഇൻപുട്ടിനുള്ള സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് മാറുള്ളൂ. ബാക്കി എല്ലാ സമയത്തും, ബാക്കി ഇപ്പോൾ നോക്കിക്കോ, ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള സമയത്ത് ക്ലോക്ക് എന്താണ്, ക്ലോക്കിനെ ലോ സിഗ്നലായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ലീഡിങ് എഡ്ജ് വരുമ്പോൾ മാത്രമേ അതിനെ കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ മാത്രമേ ലീഡിങ് വരുന്നുള്ളൂ, ഇവിടെയേ ലീഡിങ് വരുന്നുള്ളൂ, ഇവിടെയേ ലീഡിങ് ഉള്ളൂ.
ഇവിടെ ലീഡിങ് ഉള്ളൂ. ഫോളിങ് വരുമ്പോഴും അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്താണ്, ക്ലോക്കിൻ്റെ വാല്യൂ ലോജിക്കലി 0 ആയിട്ടാണ് എടുക്കുക. ലോജിക്കലി 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ പഴയ മെമ്മറി മോഡിലുണ്ടാകുക. അതായത് തൊട്ട മുന്നേ ഇൻപുട്ട് എന്താണോ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുക. ഈ ഒരു സമയം വരുമ്പോൾ മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. ഇനി ഇത് ഞാൻ വേറെ ഗ്രാഫും കൂടെ വെച്ച് പറഞ്ഞുതരാം. വേറെ സാധനം കൂടെ വെച്ച് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതാണ് എസ്, ഇതാണ് ആറെങ്കിൽ ഇത് കുത്തനെയാട്ടോ, ജസ്റ്റ് മാറിപ്പോയതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നോക്കിക്കോ, അതായത് ഈ ഒരു പോയിന്റുകളിൽ മാത്രമേ അത് പരിഗണിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എ ബി സി ഡി എന്ന് വിളിക്കാം. എ എന്നുള്ള പോയിന്റിൽ ഉള്ള എസിൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂ നോക്കാം. എ എന്നുള്ള പോയിന്റിൽ എസിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1ഉമാണ്. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഇവിടെ വന്നപ്പോൾ എന്തായി, എസിൻ്റെ വാല്യൂ 0ന്ന് 1ആയി മാറി. ആറിന് ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ അപ്പോഴും ഔട്ട്പുട്ട് മാറില്ല. കാരണം എന്താ പറയുക, ഈ ഒരു പോയിന്റിൽ എ എന്നുള്ളൊരു പോയിന്റിൽ മാത്രമേ ആ ഒരു ലീഡിങ് എഡ്ജ് വരുന്നുള്ളൂ. അപ്പം മാത്രമേ ആ ക്ലോക്ക് സിഗ്നൽ എസ് ആറിനെ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അപ്പം മാത്രമേ ക്ലോക്ക് 1 ആവുള്ളൂ. ബാക്കി സമയത്തൊക്കെ എന്താണ്, ക്ലോക്കിൻ്റെ വാല്യൂ 0 ആയിട്ടാണ് എടുക്കുക. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണ് എന്താ ചെയ്യുക, പ്രീവിയസ് ഔട്ട്പുട്ടാണ് കിട്ടുക. അതായത് ഇവിടെ നിന്ന് മാറി ഔട്ട്പുട്ട് തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അടുത്ത ഔട്ട്പുട്ട് മാറുന്ന സമയം എവിടെയാണ്, ഇവിടെയാണ്, ബി എന്നുള്ള പോയിന്റിലാണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ പ്രത്യേകം എന്താണ്, ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ക്ലോക്കിൻ്റെ അടുത്ത ലീഡിങ് എഡ്ജ് വരുന്നത്. ബി എന്നുള്ള പോയിന്റിൽ എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ നോക്കും, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് മാറുക എപ്പോഴാണ് പറഞ്ഞാൽ അടുത്ത ലീഡിങ് എഡ്ജ് വരുമ്പോൾ. കാരണം അതിൻ്റെ എല്ലാ സമയങ്ങളിലൊക്കെ ക്ലോക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും, ക്ലോക്കിൻ്റെ ലോജിക്കലി 0 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ക്ലോക്കിന് എപ്പോഴാണോ ലീഡിങ് എഡ്ജ് വരുന്നത് ആ സമയത്ത് മാത്രമേ എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെ ചുരുക്കി പഠിച്ചാൽ മതി. അടുത്ത ലീഡിങ് എഡ്ജ് ഇവിടെ വന്നത്, അപ്പോൾ അവിടെ വെച്ചുള്ള എസിൻ്റെ ആറിൻ്റെ വാല്യൂ പരിഗണിക്കും. അടുത്ത സി എന്നുള്ള പോയിന്റിൽ ലീഡിങ് എഡ്ജ് വരും, അപ്പോഴുള്ള എസിൻ്റെ ആറിൻ്റെ, അതായത് എസ് ആർ എന്നാണ് ഇൻപുട്ടുകളാണ്, വാല്യൂ പരിഗണിക്കും. അതിനുശേഷം അടുത്ത ലീഡിങ് എഡ്ജ് വരുന്നത് ഡി എന്നുള്ള പോയിന്റിലാണ്, അവിടെ വെച്ചുള്ള എസിൻ്റെ ആറിൻ്റെ വാല്യൂ പരിഗണിക്കും. അപ്പോൾ മാത്രമേ ഔട്ട്പുട്ട് മാറുകയുള്ളൂ. ആ സമയത്തിന് നടുക്കുള്ള സമയം മൊത്തം എന്തായിരിക്കും, തൊട്ട മുന്നത്തെ ഇതാണ്. ഇവിടെ നോക്കിക്കോ, ഈ ഒരു പോയിന്റ് നോക്കിക്കോ, ഈ ഒരു പിങ്കിൽ മാർക്ക് ചെയ്ത പോയിന്റ് നോക്കിയാൽ അറിയാം, ഇവിടെ എസിൻ്റെ ആറിൻ്റെ വാല്യൂ മാറുന്നുണ്ട് അല്ലേ. എസ് സെയിം തന്നെയാണ്, ആറിൻ്റെ വാല്യൂ എന്താണ്, ലോ എന്ന് ഹൈ ആകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഔട്ട്പുട്ട് മാറുന്നില്ല. ഔട്ട്പുട്ട് മാറണം എന്ത് ചെയ്യണം, അടുത്ത ലീഡിങ് എഡ്ജ് വരെ വെയിറ്റ് ചെയ്യണം. ഈ ചേഞ്ച് ഉണ്ടായിട്ടും ഔട്ട്പുട്ട് എന്താണ്, പഴയ ഔട്ട്പുട്ട് തന്നെ, പഴയ ഈ ഒരു സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ, കത്തിയുണ്ടോ, കാര്യം മനസ്സിലായിട്ടുണ്ടോ, ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോൾ ഇതാണ് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതിനകത്ത് എന്താണ്, നമ്മൾ ആ ഒരു തൊട്ട മുന്നേ വരച്ച ഒരു ഇത് നോക്കുകയാണെങ്കിൽ 3 ഇൻപുട്ട് ഉണ്ട് അല്ലേ, എസ്സും ഉണ്ട് ആറും ഉണ്ട് ക്ലോക്കും ഉണ്ട്, 2 ഔട്ട്പുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും വരിക, ഇപ്പം വരച്ച പ്രകാരമുള്ള ട്രൂത്ത് ടേബിളാണ് വരയ്ക്കുന്നത്. ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും, 3 ഇൻപുട്ടുകളുണ്ട് അല്ലേ, ഒന്ന് CLK ക്ലോക്ക്, പിന്നെ എസ്, പിന്നെ ആറ്, പിന്നെ ഔട്ട്പുട്ടായിട്ട് ക്യൂ ഉണ്ട്, ക്യൂ ബാറും ഉണ്ട്. ഇപ്പോൾ തൊട്ട മുന്നിൽ കണ്ട കേസ് എങ്ങനെയായിരുന്നു, ക്ലോക്കിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ, ക്ലോക്ക് 0 ആണെങ്കിൽ എന്താണ്, ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ക്ലോക്ക് ബാർ 1 ആയിരിക്കും. അപ്പോൾ എസ് ബാറും 1 ആയിരിക്കും, ആർ ബാറും 1 ആയിരിക്കും. അപ്പോൾ ഏത് മോഡലാണ് ഉണ്ടാകുക, അത് മെമ്മറി മോഡലാണ് ഉണ്ടാകുക. അതായത് തൊട്ട മുന്നിലുള്ള ഇൻപുട്ട് എന്താണോ അതിന് കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ലേ, അത് തന്നെയായിരിക്കും കിട്ടുക. അപ്പം മെമ്മറി ക്ലോക്കിൻ്റെ വാല്യൂ 0 ആകുകയാണെങ്കിൽ അത് മെമ്മറി മോഡായിരിക്കും, മെമ്മറി മോഡായിരിക്കും. എസിൻ്റെ ആറിൻ്റെയും വാല്യൂ ഇപ്പോൾ നമ്മൾ തൊട്ട മുന്നേ നമ്മൾ ഇവിടെ കണ്ട് എസിൻ്റെ ആറിൻ്റെ വാല്യൂ മാറി, എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് മാറില്ല, ഔട്ട്പുട്ട് മാറില്ല. അപ്പോൾ എസിൻ്റെ വാല്യൂൻ്റെ ആറിൻ്റെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഡോണ്ട് കെയർ എക്സും ഇടുന്നത്. എന്തായാലും
കുഴപ്പമില്ല. ഇനിയാണ് നമ്മൾ ക്ലോക്കിൻ്റെ വാല്യൂ 1 ആവുന്നത്. അപ്പോൾ 4 കേസ് വരും അല്ലേ. ക്ലോക്കിൻ്റെ വാല്യൂ 4 വരുമ്പോൾ എന്താവും? 3 0 0 0 1 1 0 1 1. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാൻഡ് കേസ് വെച്ചിട്ടുള്ള ഇതാണ്, SR ലാച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാൻഡ് കേസ് വെച്ചിട്ടുള്ള സാധനം തന്നെയാണ് വെക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നാൻഡ് കേസ് ഉള്ളതായതുകൊണ്ട് എസ് സ്റ്റാറും ആർ സ്റ്റാറും വരികയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ എസും ആറും എടുക്കുന്നത്. എസും ആറും തമ്മിലുള്ള പ്രത്യേകം എങ്ങനെയാണ്? ക്ലോക്കിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ എസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എസ് ബാറാണ്. എസിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എസ് സ്റ്റാർ ആയിട്ട് കിട്ടുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്വന്തം ഒന്ന് എഴുതി നോക്കിയാൽ മനസ്സിലാവും. എസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എസ് ബാറാണ്. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആറ് ബാറാണ്. ഓക്കെ, ആ സ്റ്റാറുകളാണ് നാൻഡ് ഗേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ എസ് സ്റ്റാറും ആർ സ്റ്റാറും 1 1 എന്ന് പറഞ്ഞാൽ എസ് ബാറും ആർ ബാറും ആണ് 1 1. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? എസും ആറും 0 0 ആണ്. ആ ഒരു കോംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇങ്ങനെയായിരിക്കും വരിക. അത് നിങ്ങളൊന്ന് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ 0 0 വരുമ്പോൾ മെമ്മറി, 0 0 0 1 വരുവാണെങ്കിൽ Q0 Q ബാർ 1, 1 0 വരുമ്പോൾ Q1 മറ്റേ 0, 1 1 വരുവാണെങ്കിൽ ഇൻവാലിഡ്. ഇതെന്തുപോലെ ഉണ്ട്? ഇത് ആക്ച്വലി ഈ അവസാനത്തെ 4 എന്തുപോലെ ഉണ്ട്? നമ്മുടെ SR ലാച്ച് യൂസിങ് നോർ ഗേറ്റ് പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ് ആണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലായിക്കോളും. ഇവിടെ എസ് സ്റ്റാറോ ആർ സ്റ്റാറോ ആണ് ലാച്ചിൻ്റെ ഇൻപുട്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ബാറും ആർ ബാറും ആണ്. നമ്മൾ എസും ആറും എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു നെഗേഷൻ ഇവിടെ വരുന്നുണ്ട്. എസ് ബാറും ആർ ബാറും ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നോർമലി നാൻഡ് ഗേറ്റ് ആകുമ്പോൾ 0 0 വരുമ്പോൾ ഇൻവാലിഡും 1 1 വരുമ്പോൾ മെമ്മറി ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ, ആ ബാറിൻ്റെ കേസുള്ളതുകൊണ്ട് 0 0 വരുമ്പോൾ മെമ്മറിയും 1 1 വരുമ്പോൾ ഇൻവാലിഡും വരും. ഓക്കെ, അപ്പോൾ SR ലാച്ച് യൂസിങ് നോർ ഗേറ്റിൻ്റെ അതുപോലെയാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ് വെച്ച് കിട്ടിയ ട്രൂത്ത് ടേബിൾ. അതിൽ വലിയ കാര്യമൊന്നുമില്ല, ലോജിക്കലി കറക്റ്റാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ സ്വന്തമായിട്ട് മനസ്സിലായിക്കോളൂ. ഇനി ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രൂത്ത് ടേബിൾ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതും ട്രൂത്ത് ടേബിൾ തന്നെയാണ്. ട്രൂത്ത് ടേബിളിനകത്ത് പ്രീവിയസ് ഇൻപുട്ടും കറണ്ട് ഇൻപുട്ടും പ്രീവിയസ് ഔട്ട്പുട്ടും കറണ്ട് ഔട്ട്പുട്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നോക്കണം നമ്മൾ. അപ്പം അതിനകത്ത് ക്ലോക്ക് എസ് ആർ, അതേപോലെ QN+1. QN+1 എന്ന് പറഞ്ഞാൽ അടുത്ത ആ ഒരു സംഭവം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ള പുതുതായി കിട്ടിയ ഔട്ട്പുട്ട് അത് പഴയതായിട്ട് എങ്ങനെ ബന്ധപ്പെടും? പഴയ ഇൻപുട്ട് നമ്മൾ QN എന്ന് വിളിക്കും കേട്ടോ. അത് കണ്ടു പേടിക്കണ്ട. QN+1 എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുള്ള ഓപ്പറേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന സാധനമാണ്. QN എന്ന് പറഞ്ഞാൽ പഴയതാണ്. അപ്പോൾ ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, നമ്മൾ തൊട്ട് മുന്നേ കണ്ടു, ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എസിൻ്റെ ആറിൻ്റെയും വാല്യൂ എന്തായാലും കുഴപ്പമില്ല, മെമ്മറി മോഡ് തന്നെയായിരിക്കും. അത് എസും ആറും എങ്ങനെ മാറിയാലും ക്ലോക്ക് 0 ആണെങ്കിൽ മെമ്മറി മോഡാണ്. മെമ്മറി മോഡ് എന്താണ്? പുതിയ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പഴയ ഇൻപുട്ട് തന്നെയായിരിക്കും. അപ്പോൾ എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ എന്തോ ആയിക്കോട്ടെ, QN+1 എന്ന് പറഞ്ഞാൽ QN തന്നെയായിരിക്കും. അതായത് QN+1 ആയി നിൽക്കുന്നതാണ് മെമ്മറി. അതായത് പഴയ ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ട് തന്നെയാണ് ഇപ്പം കിട്ടുന്നത്. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്, മറക്കരുത്. ഇനി ക്ലോക്ക് 1 ആണെങ്കിൽ 0 0 വരികയാണെങ്കിലോ, അതും നമ്മളിപ്പോൾ കണ്ടു. ക്ലോക്ക് 1 ആണെങ്കിൽ 0 0 വരികയാണെങ്കിലോ അത് മെമ്മറി മോഡാണ്. മെമ്മറി മോഡ് എന്ന് പറഞ്ഞാൽ പഴയത് തന്നെ. പഴയെന്ന് പറഞ്ഞാൽ എന്താണ്? QN തന്നെ. പുതിയ ഇൻപുട്ട് ടിക്കറ്റ് പഴയ ഇൻപുട്ട്. ഇനി 4 കേസ് ഉണ്ടാവുമല്ലോ 1 1 വരുന്നത്. അതേതൊക്കെയാണ്? 0 0 0 1 1 0 1 1. ഇതാ പഴയ ട്രൂത്ത് ടേബിളിനെ വേറൊരു ഫോമിൽ എഴുതുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 0 1 വരികയാണെങ്കിൽ എന്താ കിട്ടുക? 0 1 വരികയാണെങ്കിൽ Q0യും Q ബാർ 1 ആയിരിക്കും.
അപ്പോൾ നമ്മൾ ക്യൂ ആണ് നോക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ 0 എന്ന് എഴുതാം. 1 0 വരികയാണെങ്കിലോ 1 ആവും. ക്യൂ n + 1 1 ആയി മാറും. 1 1 വരികയാണെങ്കിലോ എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 1 1 വരികയാണെങ്കിലോ ഇൻവാലിഡ്, ആ സാധനം ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ട്രൂത്ത് ടേബിൾ. ഇനി 2 ചെറിയ ടേബിളും കൂടെ ഉണ്ട്, അതും കൂടെ വരയ്ക്കേണ്ടതുണ്ട്. ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊക്കെ പഠിച്ചു വെച്ച സംഭവം സിമ്പിളാണ്. ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഒന്ന് പഠിച്ചു വെച്ചാൽ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാം കേട്ടോ. അതിലുള്ളത് QN, അതുപോലെ എസിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ, QN+1. അതായത് പഴയ ഔട്ട്പുട്ടും പുതിയ ഔട്ട്പുട്ടും ഇപ്പോൾ ഉള്ള പുതിയ ഇൻപുട്ടുകളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതെങ്ങനെയാണ് വരുന്നതെന്നാണ്. നമ്മൾ എഴുതുക വെച്ചാൽ 0 0 0 0 1 1 1 1 0 0 1 1 0 0 1 1 0 1 0 1 0 1 0 1. ആ ഒരു എല്ലാ കോമ്പിനേഷൻ കൂടി എഴുതി, അത്രേ ഉള്ളൂ കേട്ടോ. 4 2 8 കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ QN S R തമ്മിൽ. എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 0 ആവുകയാണെങ്കിൽ എന്താ വരിക? മെമ്മറി തന്നെ, പഴയ QN തന്നെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് QN+1 ആയി കിട്ടുക. എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 0 1 0 1 ഇൻപുട്ടിൻ്റെ വാല്യൂ 0 ആണെങ്കിലോ അതെന്തായിരിക്കും? അത് റീസെറ്റ് കണ്ടീഷൻ ആയിരിക്കും. റീസെറ്റ് ആണ്, ഔട്ട്പുട്ട് 0 തന്നെ കിട്ടുക. ഇനി പഴയത് 0 വാല്യൂ ആണ്. ഇൻപുട്ടായിട്ട് നമ്മൾ 1 0 കൊടുക്കുക. എസിൽ 1 കൊടുത്താൽ അത് സെറ്റാണ് കണ്ടീഷൻ, അതായത് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 കിട്ടും. ഇനി പഴയത് 0 ആണ്, എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 1 1 ആണ്. എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 1 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അത് എക്സ് ആണ്, ഇൻവാലിഡ് ആണ്, നമുക്കത് കിട്ടില്ല. ഇനി വീണ്ടും 0 0 വരുവാണെങ്കിൽ പഴയത് QN 1 പഴയ സാധനം QN 1 SR 0 0 SR 0 0 എന്താണ്? മെമ്മറി തന്നെയാണ്. 1 വരുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും അത് 1 ആയിരിക്കും, അതിൽ ചേഞ്ച് ഒന്നും വരില്ല. ഇനി ഈ പഴയ QN 1 എസും ആറും 0 1 വരികയാണെങ്കിലോ ഇത് 0 വന്ന് ഇത് 1 വരികയാണെങ്കിൽ അതിന് റീസെറ്റ് എന്നാ പറയുക, ഔട്ട്പുട്ട് 0 ആയി മാറും. ഇനി പഴയത് 1 ആയിരുന്നു, എസിൻ്റെ വാല്യൂ 1 ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിന് സെറ്റിംഗ് എന്നാ പറയുക, സെറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇവിടെ 1 1 വരുവാണെങ്കിൽ അതെന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്കൊരു എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടേബിളും കൂടെ വരയ്ക്കാൻ പറ്റും. എക്സൈറ്റേഷൻ ടേബിൾ ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, QN+1 അതേപോലെ എസ് അതേപോലെ ആറ്. QNൻ്റെ വാല്യൂ 0 0 0 1 1 0 1 1. ഇത് ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. QNൻ്റെ വാല്യൂ QN+1ലേക്ക് 0 0 ആവുകയെന്ന് വെച്ചോ, അതായത് QNഉം QN+1ഉം 0 0 ആകുന്ന കണ്ടീഷൻ നോക്കിയാൽ മതി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതുമാണ് അല്ലേ? ഇവിടെ 0 0 ആണ്, ഇവിടെയും 0 0 ആണ്. QNഉം 0 QN+1ഉം 0 വരും. അവിടെ എന്താണ്? എസിൻ്റെ വാല്യൂ രണ്ട് കേസിലും 0 ആണ്. രണ്ട് കേസിലും 0 ആയതുകൊണ്ട് എസ് നമുക്ക് 0 എന്ന് എടുക്കാം. ആറിൻ്റെ വാല്യൂ 0 1 മാറി കൊടുക്കുന്നുണ്ട്, നമുക്കിങ്ങനെ എക്സ് തന്നെ. ഡോണ്ട് കെയർ ആണ്. ആറിൻ്റെ വാല്യൂ എന്തായാലും, ആറിൻ്റെ വാല്യൂ 0 1 ആയിക്കോട്ടെ, എസിൻ്റെ വാല്യൂ 0 ആകുകയാണെങ്കിൽ പഴയ ഔട്ട്പുട്ട് QN ആണെങ്കിൽ പുതിയ ഔട്ട്പുട്ട് എന്തായിരിക്കും? QN+1 എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. ഇനി QN 0യും QN+1 ഉള്ളത് നോക്കാം. എവിടേക്കാണ് QN 0യും QN+1 ഉള്ളത് നോക്കാം. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ്? 0യും 1 ഉള്ളത് അല്ലേ? ഇവിടെ 0യും 1 ആണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് കിട്ടും? എസിൻ്റെ വാല്യൂ 1 ആണ്, അതായത് സെറ്റിംഗ് ആണ്. എസിൻ്റെ വാല്യൂ പഴയതിനെ 0 എന്ന് 1ലേക്ക് മാറ്റണമെങ്കിൽ എസ് 1 ആവണം, ആറ് 0 ആവണം. പഴയ 1നെ 0ലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യുമ്പോൾ ആറ് എന്തായിരിക്കണം? 0 ആയിരിക്കണം, എസ് 0 ആയിരിക്കണം, ആറ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇനി 1 1 വരുന്ന കേസിൽ ഇവിടെ എവിടെയും 1 1 ആണ്, ഇവിടെ എവിടെ 1 1 ആണ്. അപ്പോൾ എന്താണ്? ഇവിടെ എസിൻ്റെ വാല്യൂ 0യും 1 ആണ്. അപ്പോൾ എസ് ഡോൺ കെയർ ആണ്. ആറിൻ്റെ വാല്യൂ 0 ഇതാണ്, ആറിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഡോൺ കെയർ ആണ്ട് എക്സ് എന്നിടുക, ആറിൻ്റെ വാല്യൂ 0 എന്നിടുക. ഇതാണ് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ.
ഇത്രയും മതി ഇന്ന്. ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ഇതൊന്ന് പഠിച്ച് വരണം. ഇത്ര എടുത്ത കാര്യം പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് വരണം. എന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. പഠിച്ച് വരണം. ഇത് സിമ്പിളാണ്. ഒരു 3-4 പ്രാവശ്യം നോക്കണം. അടുത്ത വെള്ളിയാഴ്ചയും കൂടെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഏതാണ്ടൊരു ഐഡിയ കിട്ടും. ഇത് പുതിയ സംഭവം കൊണ്ടാണ് ഒരു ഡൗട്ട് വരണ്ട. ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലായിക്കോളൂ കേട്ടോ. ആദ്യം നിങ്ങൾ ലാച്ച് പഠിക്കുക, SR ലാച്ച് പഠിക്കുക, അതിന് നോർ ഗേറ്റ് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് പഠിക്കുക, അതുപോലെ എനേബിൾ സിഗ്നൽ വരുന്ന പഠിക്കുക, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുന്ന പഠിക്കുക. അതിനുശേഷം ഈ ടേബിളുകളും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും അറ്റൻഡൻസ് എനിക്ക് പേഴ്സണലായി വാട്സപ്പ് അയച്ചാൽ മതി. ലീവ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.